ഹലോ ഫ്രണ്ട്സ്, ഇന്ദ്രനീൽ ഗോപാലകൃഷ്ണൻ, രാഹുൽ എന്നിവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 2025 റിലീസായ മൂവിയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ധ്യാൻ ശ്രീനിവാസൻ, സിജു വിൽസൺ, റോണി ഡേവിഡ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. പ്ലാച്ചിക്കാവ് ഗ്രാമത്തിൽ ലൈബ്രറി നടത്തുന്ന ഉജ്ജ്വലൻ ചെറിയ ചെറിയ കേസുകൾ അന്വേഷിച്ച് സമയം ചെലവഴിച്ചിരിക്കുന്നു. ഒരിക്കൽ ഗ്രാമത്തിലെ സ്കൂൾ അധ്യാപകൻ അശോകൻ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ഉജ്ജ്വലന്റെ സുഹൃത്തായ SI സച്ചിൻ എന്ന പോലീസ് ഓഫീസറാണ് കേസ് അന്വേഷിക്കാൻ എത്തുന്നത്. SI സച്ചിന് ഇത്തരം കേസുകൾ അന്വേഷിച്ച് പരിശീലനം ഇല്ലാത്തതുകൊണ്ട് സച്ചിൻ ഉജ്ജ്വലനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. സച്ചിൻ, ഉജ്ജ്വലന്റെ അച്ഛൻ നാരായണൻകുട്ടി, കള്ളൻ അന്തിക്കുരുടൻ, കൂട്ടുകാരൻ കൊറിയൻ കുര്യൻ എല്ലാവരും ചേർന്ന് പുതിയൊരു എൻക്വയറി ടീം ഫോം ചെയ്യുന്നു. സച്ചിന് ഇത്തരം കേസുകൾ അന്വേഷിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്യുന്നു. ആ ടീമിന്റെ മേലുദ്യോഗസ്ഥനാണ് CI ശംഭു. കേസുകൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് ഉജ്ജ്വലൻ കണ്ടെത്തുന്നു. നിഗൂഢമായ കിൽ പാറ്റേണുകൾ, എല്ലായിടത്തും ഒരേ രീതിയിലുള്ള കൊലപാതകങ്ങൾ. CI ശംഭു മഹാദേവ് ഇതുവരെ ഉജ്ജ്വലനെ ടൈം വേസ്റ്റ് എന്ന് കണ്ടിരുന്നുവെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫൈൻഡിംഗ് എബിലിറ്റി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു. ഇതുവഴി ജോമോൻ എന്ന യുവാവ് സംശയത്തിലാകുന്നു. പക്ഷേ ട്വിസ്റ്റ്, ജോമോൻ ഒറ്റയ്ക്കല്ല, ജോമോൻ ഒരു സഹായിയും കൂടി ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അത് വേറെ ആരുമല്ല, അത് ജോമോന്റെ ഇരട്ട സഹോദരനാണ്. ഇരുവരും ഒരേ മനോരോഗം ബാധിച്ച ഇരട്ടകളാണ്. കൊലപാതകങ്ങൾ ചെയ്യുന്നത് ഗ്രാമത്തിലെ പഴയ വേറിട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഉജ്ജ്വലൻ തന്റെ ടീമിനൊപ്പം ഇരു സഹോദരന്മാരെയും പിടിക്കുന്നു. പ്ലാച്ചിക്കാവ് ഗ്രാമം വീണ്ടും സുരക്ഷിതമാവുന്നു. ഉജ്ജ്വലൻ തന്റെ ലൈബ്രറിയെ ഡിറ്റക്റ്റീവ് കൺസൾട്ടൻസിയായി മാറ്റുന്നു. ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സ് ആൻഡ് ഓൺലൈൻ സ്റ്റോറീസ് അറിയാൻ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.